ഹായ്, എല്ലാവർക്കും മലബാർ കിച്ചൺ ടൈം ആൻഡ് ബ്ലോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറിയും അതുപോലെ തന്നെ റൊട്ടിയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടാണ് ഇത് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ഒപ്പം തന്നെ ലൈക്കും ചെയ്യുക. അപ്പോൾ ഞാൻ ആദ്യം ഒരു പാത്രത്തിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഈസ്റ്റും പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ചെറു ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം 15 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ അതൊന്ന് ചെയ്യാൻ നല്ലോണം ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് അടച്ചു വെച്ച് കൊടുക്കുക. അപ്പോൾ ഞാനിതിവിടെ 15 മിനിറ്റ് വെച്ചിട്ടുണ്ട്. നന്നായിട്ടൊന്ന് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ മൈദ ചേർത്ത് കൊടുക്കുകയാണ്. മൈദ ഞാനൊരു 2 കപ്പ് മൈദ ചേർത്ത് കൊടുക്കുകയാണ്. 250 ml കപ്പിൽ 2 കപ്പ് മൈദ മാവാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ഓയിൽ ചേർത്ത് കൊടുക്കുകയാണ്. 1-2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഉപ്പാണ് കേട്ടോ. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. അപ്പോൾ ആവശ്യത്തിന് ഉപ്പും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ആവശ്യത്തിന് വെള്ളമോ പാലോ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഞാനിവിടെ പാലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ചെറു ചൂട് പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതൊന്ന് ചേർത്ത് കൊടുക്കാം. കുറേശ്ശെ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ചപ്പാത്തി മാവൊക്കെ ഉണ്ടല്ലോ അതേപോലെ ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ മാവ് ഞാനിവിടെ നല്ല രീതിയിൽ തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കുഴച്ചെടുത്തപ്പോൾ തന്നെ. ഇനി അതിൽ കുറച്ച് ഓയിലാക്കിയിട്ടൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ ഓയിലൊന്ന് പാത്രത്തിലാക്കി കൊടുത്തിട്ടൊന്ന് പുരട്ടി കൊടുക്കാം. എന്നിട്ട് മാവ് അതിൽ വെച്ചിട്ട് മാവിൻ്റെ മേലെ കൂടെ ഓയിലൊന്ന് പുരട്ടി കൊടുക്കണം. അപ്പോൾ ഇതേപോലെ ഒന്ന് ആക്കി കൊടുക്കുകയാണ്. ഇതിപ്പോൾ ഞാൻ വീതനേൻ്റെ സൈഡിലാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. എന്നാൽ പെട്ടെന്ന് പൊങ്ങി കിട്ടും. ചൂടുള്ള സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് പൊങ്ങി കിട്ടും. അപ്പോൾ അവിടെയാണ് ഞാൻ വെച്ചിട്ടുള്ളത്. അപ്പോൾ ആ പൊങ്ങി വരുന്ന സമയം കൊണ്ട് നമുക്ക് ചിക്കൻ കറി ഒന്ന് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണോ ചിക്കൻ കറി ഉണ്ടാക്കുന്നത് അതിൻ്റെ ഒരു വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് കേട്ടോ ഞാൻ ചിക്കൻ കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പ്, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, പിന്നെ ഒരു 3-4 പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ കുറച്ച് തൈര്, പിന്നെ കുറച്ച് കസൂരി മേത്തി, കുറച്ച് പറഞ്ഞൊരു പിടി കേട്ടോ പിടി എടുത്തിട്ടുണ്ട്. ഞാൻ ഒരു പിടി കസൂരി മേത്തി എടുത്തിട്ടുണ്ട്. അതൊന്ന് ഞരടിയിട്ട് ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിരുമ്മിയെടുക്കുക. എന്നിട്ട് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക കേട്ടോ. റെസ്റ്റ് ചെയ്യാൻ വെക്കുക പറഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ മസാല ഉണ്ടാക്കുമല്ലോ, ആ ഒരു നേരം മാത്രം വെച്ചാൽ മതി. 1-2 മണിക്കൂർ വയ്ക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. അപ്പോൾ ഇത് നന്നായിട്ട് തിരുമ്മി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ മസാല ഒന്ന് ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ ഞാനൊരു ചട്ടി വെച്ചിട്ട് അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് പട്ട, ഗ്രാമ്പു, പിന്നെ കുറച്ച് വലിയ ജീരകമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇതൊന്ന് പൊട്ടി വന്നാൽ നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. 2 വലിയ സവാളയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. പെട്ടെന്ന് വഴന്ന് വരാനായിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ അതൊന്ന് ചെയ്യാം. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് സവാള വഴന്ന് വരട്ടെ. അപ്പോൾ ഇത് കണ്ടില്ലേ, നന്നായിട്ടൊന്ന് സവാള വഴന്ന് നിന്നിട്ടുണ്ട്. അതിൻ്റെ പച്ചമണക്കൊന്ന് മാറിയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2.5 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. പച്ചമുളകൊക്കെ ഇട്ടതാണ്, അപ്പോൾ അതിനനുസരിച്ച് നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് വേണ്ടത് മല്ലിപ്പൊടിയാണ്. 2.5 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഗരം മസാലയാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്.
ഒരു ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചെറിയ ജീരകം പൊടിച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്, അതൊരു 1/4 ടീസ്പൂൺ. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക, ആ പൊടികളുടെ പച്ചമണം ഒന്ന് മാറുന്നത് വരെ. ഗരം മസാല ഇല്ലെങ്കിൽ ചിക്കൻ മസാല ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. വഴറ്റിയെടുത്തതിന് ശേഷം ഞാൻ തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 വലിയ തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. അത് നുറുക്കിയിട്ടല്ല, ഇതുപോലെ ജ്യൂസാക്കിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നല്ലൊരു കുറുക്കം കിട്ടും നമ്മുടെ ചിക്കൻ കറിക്ക്. അപ്പോൾ ഇങ്ങനെ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനെ ഒന്ന് തയ്യാറാക്കി നോക്കുക. നമ്മളെപ്പോഴും ഒരേ രീതിയിലാണ് ചിക്കൻ കറി വയ്ക്കുന്നതെങ്കിൽ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ തക്കാളിയുടെ ഒക്കെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ആ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരണമല്ലോ, അപ്പോൾ അതുവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോഴേക്കും നമ്മുടെ മസാല ഒന്നും കൂടെ കുറുകിയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ നമ്മുടെ മസാല ഈ ഒരു രീതിയിലാവുന്ന സമയത്താണ് നമ്മൾ ചിക്കൻ ഇട്ട് കൊടുക്കുക. നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ആ മസാല എല്ലായിടത്തും പിടിക്കണം, ആ ഒരു രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ടൊന്ന് അടച്ചു വെച്ച് കൊടുക്കുക. ചിക്കനിൽ നിന്ന് വെള്ളം ഒന്ന് ഇറങ്ങി വരുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. എന്നിട്ട് വേണം, വെള്ളം ഇല്ലെങ്കിൽ മാത്രം നമ്മൾ വേവാനായിട്ടുള്ള ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക, ചെറു ചൂടുവെള്ളം. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ. ഇനി ഇതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ഇടയ്ക്ക് നമ്മൾ തുറന്നിട്ട് ഇളക്കി നോക്കണം. അപ്പോൾ ചിക്കനൊക്കെ അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി വെള്ളം പോരാന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം മാത്രം ഒഴിച്ച് കൊടുക്കുക. ഉപ്പൊന്നുമില്ലെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ചിക്കനൊന്നും വെന്തിട്ടില്ല, കുറച്ചും കൂടെ ഇതിലേക്ക് വെള്ളം വേണം. അപ്പം ഞാൻ ചെറു ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് ഞാൻ കുറച്ച് മല്ലിച്ചപ്പ് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനിയാണ് കേട്ടോ ഞാനിതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത്, ചൂടുവെള്ളമാണ്. അപ്പോൾ അതൊന്ന് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് കറി ആയിട്ടാണെങ്കിൽ അങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കാം. ഞാൻ കുറച്ച് ഗ്രേവിയാണ്, കറിയാണ്, അങ്ങനത്തെ രീതിയിലാണ് ഞാൻ ചിക്കൻ കറി തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഇത്രേ വെള്ളമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഇനി ഈ ചിക്കൻ നന്നായിട്ടൊന്ന് കുക്കായി വരട്ടെ. അടച്ചു വെച്ച് കൊടുക്കാം. അപ്പോൾ ചിക്കൻ കറി നന്നായിട്ട് വെന്തിട്ടുണ്ട്. കറിയുണ്ട്, ഗ്രേവിയുണ്ട്, അങ്ങനത്തെ ഒരു രീതിയിലാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതായിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിമൊക്കെ ഒന്ന് ഓഫ് ചെയ്യാം. എന്നിട്ട് നമ്മുടെ റൊട്ടി ഒന്ന് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഇതായിട്ടുണ്ട്, നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ റൊട്ടി ഇത് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. വീതനയുടെ സൈഡിൽ വെച്ചപ്പോൾ നന്നായിട്ട് പൊങ്ങിയിട്ടുണ്ട്. അവിടെ നല്ല ചൂടുള്ള സ്ഥലമാണല്ലോ, അപ്പോൾ ചൂടുള്ള സ്ഥലങ്ങളിൽ വെക്കാൻ നോക്കുക. അപ്പോൾ നന്നായിട്ട് നമ്മുടെ മാവ് പൊങ്ങി കിട്ടും. ഇനി ഇതൊന്ന് ചെറുതായിട്ട് കുഴച്ചതിന് ശേഷം നമുക്ക് ഉരുളകളാക്കിയിട്ടൊന്ന് പരത്തിയെടുക്കണം. അപ്പോൾ ഇതൊന്ന് കുഴച്ചെടുക്കാം. നല്ലോണം കുഴച്ചെടുക്കാൻ പാടില്ല, അതിൻ്റെ ബബിൾസൊക്കെ പോവുള്ളൂ. അപ്പോൾ ചെറുതായിട്ടൊക്കെ ഒന്ന് കുഴച്ചെടുത്താൽ മതി. അപ്പം ഞാനിത് ചെറുതായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ചെറിയ ബോൾസാക്കിയിട്ട് ഒന്ന് പരത്തിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു ഉരുളയാക്കി എടുത്തിട്ടുണ്ട്. ഇനി എല്ലാതും നമുക്ക് ഇതുപോലെ ബോൾസാക്കി എടുക്കാം.
അപ്പം ഞാനിവിടെ ബോളാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് വേറൊരു സംഭവം ഉണ്ടാക്കുകയാണ് കേട്ടോ. അതെന്താണെന്ന് കാണിച്ചു തരാം. കുറച്ച് ബട്ടർ എടുത്തിട്ട് മല്ലിയിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത് നമ്മൾ റൊട്ടി ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ മേലൊന്ന് തേച്ച് കൊടുക്കാനാണ്. ഇത് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ മാത്രം ചെയ്ത് കൊടുത്താൽ മതി. ബട്ടറിൻ്റെ ടേസ്റ്റും കൂടി നമ്മുടെ റൊട്ടിക്ക് വരുമ്പോൾ ഒന്നുകൂടി ടേസ്റ്റാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പം ഞാൻ കുറച്ചും കൂടെ ബട്ടർ ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇതായിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇനി പരത്താൻ തുടങ്ങുകയാണ്. അപ്പോൾ ഒരു ചപ്പാത്തിക്കല്ല് വെച്ചിട്ടുണ്ട്. അതിലേക്ക് പൊടി ഒന്ന് വിതറി കൊടുത്തതിന് ശേഷം നമുക്കങ്ങനെ പരത്തിയെടുക്കാം. നമ്മളിത് പരത്തിയെടുക്കുമ്പോൾ കുറച്ച് കട്ടിക്ക് വേണം കേട്ടോ പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ചപ്പാത്തിയൊക്കെ പരത്തുന്നത് പോലെ പരത്താൻ പാടില്ല. കുറച്ച് കട്ടിക്ക് വേണം പരത്തിയെടുക്കാനായിട്ട്. അപ്പോൾ അതൊന്ന് ചെയ്തെടുക്കാം. അപ്പോൾ ഒന്നിവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് ചുട്ടെടുക്കാം. അപ്പം ഞാനൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. സിമ്മിൽ ഇട്ട് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ പുറം കരിഞ്ഞിട്ട് അകൊക്കെ ഒന്ന് വേവാതായി വരും. അപ്പോൾ സിമ്മിൽ ഇട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ചെറുതായിട്ട് നമ്മുടെ ചട്ടുകം കൊണ്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ഇതുപോലെ ബബിൾസായിട്ട് വരും. അപ്പോൾ ഇത് കണ്ടില്ലേ, എൻ്റെത് കുറച്ച് കനം കുറഞ്ഞു പോയി, അതാണ് നല്ലോണം ബബിൾസ് വരാഞ്ഞത്. അപ്പോൾ ഇനി പരത്തുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഇത് തിരിച്ച് മറിച്ചിട്ടിട്ട് ഒന്ന് നല്ലപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഒരു റൊട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് ചൂടോടെ തന്നെ മല്ലിയിലയും ബട്ടറും തേച്ച മിക്സ് ഉണ്ടല്ലോ, അത് ഇതിലേക്കൊന്ന് തേച്ച് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് അതിൽ ഒട്ടിപ്പിടിച്ചോളും. രണ്ട് സൈഡൊന്ന് തേച്ച് കൊടുക്കണം. എന്നിട്ടിത് ചൂടാറാത്ത പാത്രമൊക്കെ ഉണ്ടാവുമല്ലോ, കേസറോളൊക്കെ, അപ്പോൾ അതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ കേസറോളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ഇനി ഇത് ബാക്കി എല്ലാതും ഇതേപോലെ ചെയ്തെടുക്കുക. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റൊട്ടി റെഡി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ചിക്കൻ കറിയും റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടാണുള്ളത്. അപ്പോൾ ചിക്കൻ കറി തയ്യാറാക്കുമ്പോൾ ഇതുപോലൊന്ന് ഉണ്ടാക്കി നോക്കുക. അടിപൊളി ടേസ്റ്റാണ്. പ്രത്യേകിച്ച് ഇതുപോലുള്ള റൊട്ടി, പൊറോട്ട അതിനൊക്കെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ചിക്കൻ കറിക്ക്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റൊട്ടിയും ചിക്കൻ കറിയും റെഡി ആയിട്ടുണ്ട്. എല്ലാവരും മറക്കാതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു ഡിഷായിട്ട് വീണ്ടും കാണാം. താങ്ക്